നമ്മൾ ഫോം ബോർഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ബോക്സൊക്കെ അടിച്ച് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന് ലോഡ് കപ്പാസിറ്റി ഉണ്ടാവും. അലൂമിനിയത്തിലാകുമ്പോൾ നമുക്ക് ആ അലൂമിനിയത്തിൻ്റെ ലോഡ് കുറച്ചും കൂടി താങ്ങാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഗമ്മിടുക. ഇപ്പോൾ കട്ടറെ കൊണ്ട് ഇങ്ങനെ ലൈൻ ഇട്ടിട്ടുണ്ട്, പൊട്ടിച്ച് കളയുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. കറക്റ്റ് ഗ്യാപ്പല്ലേ, കട്ടറിനെ കൊണ്ട് കട്ട് ചെയ്താന്ന് പറയുമോ കേട്ടാ. അങ്ങനെ നമ്മളെ അലൂമിനിയത്തിൻ്റെ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞതിൽ കിച്ചൺ ചെയ്ത് ഇത് മോൾഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ വാൾ ക്യാബിനറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം. അതിനോട്ട് ഫോം ബോർഡൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. 0.65 ഡെൻസിറ്റി ഉള്ളതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം സ്ക്രൂ ഹോൾഡിംഗ് ഉള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോം ബോർഡിൽ ചെയ്തിട്ടുള്ള വീഡിയോ ഞാനിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണോ, എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമുക്ക് സബ്സ്ക്രൈബ് വെച്ചേക്കിടാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഈ ഫോം ബോർഡ് കട്ട് ചെയ്യാൻ വേണ്ടി പോയിന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അളവ് വരുന്നത് 4 സെൻറ്റിമീറ്ററാണ്. ഈ ബ്ലേഡിൻ്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ. അപ്പോൾ ആ ഒരു എൻഡ് നമ്മൾ വേണ്ട അളവിൽ നിന്ന് കൂടുതൽ വെക്കും. എന്നിട്ട് ഇതുപോലത്തെ ക്ലിക്ക് ബാർ ലോക്ക് വെച്ചിട്ട് ലോക്കാക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഒറ്റ ക്ലിക്കിൽ ലോക്കായി. എടുത്തോ, ക്ലിക്ക് ബാർ ലോക്ക് വെച്ച് ലോക്കാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം കട്ട് ചെയ്യുമോ. പിന്നെയുള്ളതാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഈ 4 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലേക്കുള്ള കട്ടറിൻ്റെ അളവ് വെച്ചിട്ട് കട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു 2 പീസ് മുറിച്ചെടുക്കും. എന്നിട്ട് നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഹാൻഡ് ബ്ലെയർ വെച്ച് കുന്തി നമുക്ക് ആവശ്യമുള്ള ലെവലിലേക്ക് ആക്കി എടുത്തിട്ട് നമുക്ക് ലോങ് വേണ്ട ഭാഗം കുറച്ച് ഇങ്ങോട്ടേക്ക് കടത്തി വെച്ചതിന് ശേഷം ഈ ലോങ് വേണ്ട ഭാഗം ഇതിന് ഈ ബോർഡിൻ്റെ 90 ഡിഗ്രി കണക്കാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഗമ്മിടുക. ഇപ്പോൾ ഒരു വലിയ ട്രൈ സ്ക്വയറായി. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ഈ 4 സെൻറ്റിമീറ്റർ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഇത് ബേസ് ചെയ്യും. ഇത് ബേസ് ആക്കിയിട്ട് ഈ സംഭവം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. സംഭവം സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട മാർക്ക് ഇപ്പോൾ നമുക്ക് 4 ഇഞ്ചിൻ്റെ ഒരു പീസാണ് വേണ്ടെങ്കിൽ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുമോ ഒരു പേനോട്ട്. ഇപ്പോൾ 4 ഇഞ്ച് ഇത് ഇവിടത്തേക്ക് 4 ഇഞ്ച് വേണമെങ്കിൽ നമ്മൾ ഈ ഓരോ പ്രാവശ്യം ഈ ഫ്രണ്ടിലേക്കുള്ള അളവ് ഇങ്ങനെ മാറ്റി വെക്കണ്ടില്ല. ഇത് കണക്കാക്കി വെക്കുക. ഇത് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ സ്ട്രെയിറ്റ് 90 ഡിഗ്രി കിട്ടുകയും ചെയ്യും. സമയം സേവ് ചെയ്തുകൊണ്ട് നീങ്ങിയിട്ട് പണിയെടുക്കാനും പറ്റും. അപ്പോൾ ഏതായാലും ഞാനിത് ആ ഒരു സൈഡ് മുറിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. നമുക്കിത് ആവശ്യമുള്ളതല്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് കുറച്ച് ലെങ്ത്ത് അധികം, നമുക്ക് ആവശ്യം എത്രയാണ് വരുന്നത് അത് കണക്കാക്കിയിട്ട് മുറിക്കുക. അപ്പോൾ നമ്മൾ ആ ട്രൈ സ്ക്വയറാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അളവെടുത്തിട്ട് ഇത് മുറിക്കാൻ വേണ്ടി പോയിരുന്നു. ആദ്യം ഇവിടുത്തെ ഒരു ബോക്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും 2 അളവിലുള്ളത്. ഇത് താഴെ 53.75 ആണെങ്കിൽ മുകളിൽ 53 അരയുള്ളത്. അപ്പോൾ അതിൻ്റെ വീതി കട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട അളവ്. നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിലൊരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്നതിന് പകരം നമുക്കിത് അറിയില്ല, വേണ്ട അളവ് ഏതാണെന്ന് അറിയില്ല. ഇങ്ങനെ ലൈൻ ഇടണമെന്നില്ലെങ്കിലും ജസ്റ്റ് ഒരു മാർക്ക് മാത്രം ഉണ്ടായാൽ മതി. ഇതിനിങ്ങനെ മുട്ടിച്ച് നോക്കുക. ഈ ഭാഗം 90 ആയിട്ടൊന്ന് സെറ്റാക്കുക. ഈ സൈഡ് ശ്രദ്ധിച്ച് ശരിക്കും നോക്കണം, അങ്ങനെയാണെങ്കിലേ ആവും. ഇതിങ്ങനെ ചെരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോവും. അത് ശരിക്കും ലോക്ക് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കട്ടായി കൊടുക്കുക. സംഭവം കറക്റ്റ് 90 ആയിട്ടുണ്ടാവും. കണ്ടോ, വേണ്ട ലെങ്ത്ത് നമ്മൾ മുറിച്ചെടുത്തു, മുകളിലും താഴെയും മുറിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്യണം. ഹൈറ്റ് കട്ട് ചെയ്യുമ്പോൾ അത് പലപ്പോഴും മാറിപ്പോവാം. നമുക്ക് ടോട്ടൽ എത്രയാണോ വേണ്ടത്, അപ്പോൾ 20 ഇഞ്ച് നമുക്ക് വേണമെങ്കിൽ 20 ഇഞ്ച് തന്നെ വെച്ച് കട്ട് ചെയ്യരുത്. 2 ബോർഡിൻ്റെ തിക്നെസ് ഇതുപോലെ വെച്ചിട്ട് കുറക്കണം. അപ്പോൾ ആദ്യത്തെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ബോർഡ് തന്നെ വെച്ചിട്ട് എടുക്കുക. 20 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ചിലപ്പോൾ 18 mm ആണെങ്കിൽ 18 36 കുറച്ച് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇങ്ങനെ ചെയ്തിട്ട് നേരെ നമ്മൾ ഈ ഒരു ട്രൈ സ്ക്വയർ വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മതി. ഒറ്റ കട്ടിങ്ങിന് പരിപാടി മതി. അതിൻ്റെ ടോപ്പും ബോട്ടും മുറിച്ച് കഴിഞ്ഞാൽ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കും. കാരണം ഒരു കുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. പീസുകളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈസി ആയിട്ടുള്ള വർക്കാണ്. നമുക്ക് സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്ത് പോയേ ഉള്ളൂ. അതായത് ഇതാണ് ഇതിൻ്റെ സെൻറ്റർ വരിക. നമ്മളിപ്പോൾ 2 ലൈൻ ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ 2 ലൈനൊന്നും ഇടലില്ല കേട്ടോ. ഞാനിതിപ്പം ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ ഡോറ് ഈക്വലായിട്ട് കിട്ടും. കറക്റ്റ് സെൻറ്ററിലാണ് നമ്മളിപ്പോൾ മാർക്കിങ് കൊടുത്തുള്ളത്.
സ്ക്രൂ കയറ്റുന്ന സമയത്ത് കുറച്ച് അകത്തേക്ക് കയറുന്ന ഇതിലാക്കും, അന്നേരം കൂട്ടിയിട്ടാൽ ഫിനിഷ് കിട്ടും. അതുപോലെ തന്നെ സെൻറ്ററിലെയും പീസ് വെച്ച് അടിച്ചു കൊടുക്കണം. ഇതുപോലെ കറക്റ്റ് 0 വരുന്ന സമയത്ത് അടിച്ചു കൊടുക്കും. അപ്പോൾ ബോക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബാക്കിൽ അതിന് 12 mm ഇത് അടിച്ചു കൊടുക്കും, ഫോം ബോർഡ് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സിലിക്കോണും കൂടി വെച്ചിട്ട് ഫിറ്റായി കൊടുക്കും. അപ്പോൾ ബോക്സ് സെറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് മാത്രം നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കണം. ബാക്ക് സൈഡ് നമ്മൾ ബോർഡ് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതിങ്ങനെ ഉന്തി വിട്ടു കൊടുക്കാം. നമ്മൾ സൈഡ് ഇങ്ങനെ ഒന്ന് ടേപ്പറാക്കി വിടും. അപ്പോൾ ബോക്സിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യുന്നുണ്ട്. 12 mm ബോർഡ് മുറിച്ചിട്ട് കാണുന്ന പോലെ കോൺ ടു കോൺ ഇങ്ങനെ അളവെടുക്കുക, എന്നിട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാറിപ്പോകും. പിന്നീട് ഇത് ബാക്കിൽ നിന്ന് അടിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നടക്കില്ല. അപ്പോൾ സംഭവം ബോക്സ് റെഡി ആയിട്ടുണ്ട്. ആദ്യം ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കിയാണ്. ഈ ഒരു എൻഡ് കണക്കാക്കുന്ന വിധത്തിലാണ് ചെയ്തില്ല നമ്മൾ. അപ്പുറത്തെ എൻഡിൽ നമ്മൾ ആദ്യം വന്ന ആ ഒരു വ്യത്യാസം ഇവിടെ സിലിക്കോൺ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയും. അപ്പോൾ സിലിക്കോൺ അടിച്ചിട്ടുണ്ട്. റാൻഡം അങ്ങനെ ഒന്നുമില്ല, തോന്നിയ പോലെ അടിക്കുക. അപ്പോൾ ഇതുപോലെ പൊക്കിയിട്ട് മുകളിൽ കണക്കാക്കിയിട്ട് വെക്കണേ. ഇല്ല 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 ഇല്ല, ഏറ്റവും ടോപ്പിൽ ഒരാൾ മുകളിൽ നോക്കിയേ. മുകളിൽ നോക്കിയേ. ആ ആ ഇപ്പോൾ ടൈലിൻ്റെ ടോപ്പ് എൻഡ് കണക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഡ്രിൽ ചെയ്തിട്ട് സാധാരണ പോലെ ഫിക്സ് ആയി കൊടുക്കുകയാണ്. ഫോം ബോർഡിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വാഷർ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. മുകളിൽ സ്പിറ്റ് ലെവലും കൂടി വെച്ചിട്ട് ആവശ്യത്തിന് സ്ക്രൂ കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് 25-ൻ്റെ പ്ലേറ്റ് ട്രേ വെക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനിലുള്ളത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരെ സൗകര്യം നോക്കിയിട്ട് ഇതിൽ പ്ലേറ്റ് ട്രേ അല്ലെങ്കിൽ GTPT ഈ വെക്കാൻ പറ്റുന്ന ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ, അതാണ് GTPTൻ്റെ ഫുൾ ഫോം. അത് വെക്കാനുള്ള കണ്ടീഷനിലാണെങ്കിൽ അങ്ങനെ വെക്കും പാർട്ടിയോട് ചോദിച്ചിട്ട്. അതല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഓരോ പാർട്ടീഷനും കൂടി കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഇതിൽ നമുക്ക് 2 ടൈപ്പിലുള്ള ഡോർ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ സിംഗിൾ ഡോറ് ഇങ്ങനെ 2 ഭാഗത്തേക്ക് ഓപ്പൺ ആക്കുന്ന ഇതിൽ വലിയ ഡോർ ചെയ്യാം. അതല്ലെങ്കിൽ 16-ൻ്റെ ക്രാങ്ക് കിട്ടും. 0, 8, 16 അങ്ങനെ 3 ടൈപ്പിലുള്ള ക്രാങ്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു 16-ൻ്റെ ക്രാങ്ക് ഉള്ളത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ തന്നെ ഡബിൾ ചെയ്യാണ്ട് ഇത് 2 മാറ്റാണ്ട് തന്നെ നമുക്ക് ഇഞ്ചസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡബിൾ ഡോറാക്കിയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു സിംഗിൾ ഡോറാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല ഇനി പാർട്ടി പറയുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ഒരു ഗ്യാസ് സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഏതായാലും ഫ്രെയിം സെറ്റായി. ബാക്കി ഇനി അവരോട് ചോദിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അത് സൈറ്റിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ വലിയ ബോക്സിൻ്റെയും പണി തുടങ്ങി. ജോയിൻ്റ് ആക്കി ഇതിനെ മാർക്കിംഗ് ഇട്ട് ഒരു സൈഡ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇപ്പുറത്തെ സൈഡ് അടിക്കാൻ വേണ്ടി പോയി. ഒരു ജോയിൻ്റ് ഈ ഒരു ഭാഗത്തേക്കും മറ്റേ ജോയിൻ്റ് ഇപ്പുറത്തെ ഭാഗത്തേക്കാക്കിയിട്ടാണ് സെറ്റ് ചെയ്തത്. ഒരു കാരണവശാലും നമുക്ക് നേർക്ക് വരുന്നതിൽ സെറ്റാക്കരുത്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നമുക്കിപ്പോൾ തോന്നിയതിൽ ഗ്രൂവൽ ഇട്ടിട്ട് മറ്റുള്ള വേറെ രീതിയുണ്ട്. നമുക്ക് 2 ഇതൊക്കെ വന്നിട്ട് ജോയിൻ്റ് ആയിട്ട് ബോൾട്ടൊക്കെ ടൈറ്റ് ആക്കിയിട്ടുള്ള രീതി. അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാർട്ടിയുടെ ആവശ്യം എന്താണോ, അവരെ ബഡ്ജറ്റ് എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യും. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈസ് കൂടിയ രീതിയിലും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് സാധനങ്ങളെല്ലാം ടോട്ടലി മാറും. പക്ഷേ ലുക്ക് വൈസ് നോക്കുന്നതാണെങ്കിൽ 2 ഒരുപോലെ തന്നെ ഉണ്ടാവും അവസാനം ഫിനിഷ് ആകുന്ന സമയത്ത്. സംഭവം നിങ്ങളിവിടെ ജോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ 2 രീതിയിലാണ് ഈ ജോയിൻ്റ് ക്ലോസ് ആക്കൽ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോറ് വരുന്ന ലെവലിലേക്ക് കട്ട് ചെയ്യും. അപ്പോൾ നമുക്കിത് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല, സ്ട്രൈറ്റ് ആയിട്ട് പിടിയാണ് ചെയ്തത്. നടുക്ക ജോയിൻ്റ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ശരിയാക്കി എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡ് 12 mm ഒരു ബോർഡ് മുറിച്ചെടുക്കുക. ഇതേപോലത്തെ ഒരു വീതിയിൽ ഏകദേശം ഒരു 1.25 ഇഞ്ച് വീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ആക്കിയ ആ ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഈ ബോർഡിൻ്റെ തിക്നെസ് മാത്രം ബ്ലേഡ് സെറ്റാക്കുക മെഷീനിൽ. എന്നിട്ടത് മുറിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കട്ടറെ കൊണ്ട് ഇങ്ങനെ ലൈൻ ഇട്ടിട്ടുണ്ട്, പൊട്ടിച്ച് കളയുക.
ചിസിൽ വെച്ചിട്ടോ എക്സോ ബ്ലേഡ് വെച്ചിട്ടോ ഇങ്ങനെ ഒന്ന് ചിള്ളി കളഞ്ഞാൽ മതി, ഈസി ആയിട്ട് പോകും. എനിക്ക് ട്രിമ്മറോ അതുപോലത്തെ റൂട്ടറിലുണ്ടെങ്കിൽ അങ്ങ് വെച്ചിട്ട് ചെയ്യും കേട്ടോ. ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിള്ളി എടുക്കാനുണ്ടാവില്ല, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കറക്റ്റ് ഗ്യാപ്പിൽ വെച്ചിട്ട് എടുക്കുന്നതാണെങ്കിൽ. ഇപ്പോൾ കറക്റ്റ് ഗ്രൂവ് ആക്കിയിട്ടുണ്ട് 12 mm. അപ്പോൾ ബോർഡ് കയറുന്നില്ല. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇത് കുറച്ചിങ്ങനെ കൂടെ കൊണ്ട് തള്ളി കൊടുത്താൽ മതി. ഇതുപോലെ ആക്കിയിട്ട് ഗമ്മിട്ടിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അടിയിൽ നിന്ന് ചെറിയ അരേഞ്ചിൻ്റെ സ്ക്രൂവും കൂടി അടിച്ചു കൊടുക്കുക. പിന്നെ സ്ട്രോങ് ആയി ഒറ്റ ഒരു ബോർഡ് പോലെ തന്നെ ഉണ്ടാവും. ഫ്രണ്ടിൽ ചെറിയതിൻ്റെ കളർ മാറ്റമുള്ളതുകൊണ്ട് ചെറിയൊരു ഫ്രണ്ടിൽ കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രശ്നം ഉണ്ടാവും. പെയിൻറ്റൊക്കെ അടിച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് തന്നെ ഉണ്ടാവും. 20 ഇഞ്ച് താത്തിട്ട് പ്രൊഫൈൽ ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു വയറിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ ഇതിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് 50 mm, അതായത് 5 സെൻറ്റിമീറ്റർ മാറ്റി വെച്ചിട്ട് ഈ 18 mm പ്രൊഫൈൽ ഇവിടെ ഇറക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ മാർക്കിട്ടിട്ട് നമ്മൾ കട്ടർ വെച്ചിട്ടാണ് ലൈൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ ജോയിൻ്റ് ആക്കുന്ന സ്ഥലത്ത് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ജോയിൻ്റ് അടിച്ച പോലെ തന്നെ കട്ടർ ഇട്ടിട്ട് ലൈൻ വെച്ച് കൊടുക്കുക. ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് 1-2 സ്ഥലത്ത് മാർക്ക് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. കറക്റ്റ് ഗ്യാപ്പല്ലേ, കട്ടറിനെ കൊണ്ട് കട്ട് ചെയ്താന്ന് പറയുമോ, കേട്ടോ. കറക്റ്റ് ഗ്യാപ്പായി. ഇനി ഇതിൽ സ്ക്രൂ ചെയ്തിട്ട് വെച്ച് കൊടുക്കും. പിന്നെ ലൈറ്റെല്ലാം പിന്നെ ചെയ്യും കേട്ടോ. ഇത് താഴ്ഭാഗം വരുവാ, ഞാനിപ്പോൾ ടോപ്പ് അടിക്കാൻ വേണ്ടി സൗകര്യത്തിന് എടുത്ത് വെച്ചാൽ. ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു പ്ലേ മാത്രം കൊടുത്തിട്ട് റെഡിയാക്കി. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ഹോൾസ് എടുക്കും, ലൈറ്റിൻ്റെ വയർ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. ഇത്രയും ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോയി. ഇതിന് ബോക്സ് നല്ല കുട്ടപ്പം ബോക്സ് ഉണ്ടാക്കി, നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതേതെല്ലാം ഞാൻ മേലെ കയറ്റുന്ന സമയത്ത് കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ 4 ആളായി ഇപ്പോൾ ഉള്ളത്, ക്യാമറമാൻ ഉൾപ്പെടെ പിടിച്ചാലേ നമുക്കിത് ഉയർത്തിയിട്ട് അവിടെ വെക്കാൻ പറ്റൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും ആയി. അപ്പോൾ അങ്ങനെ നമ്മൾ അലൂമിനിയത്തിൻ്റെ ഫ്രെയിമിൻ്റെ മുകളിൽ നമ്മൾ ഈ ഫോം ബോർഡിൻ്റെ ഡോറാണ് വെച്ചുള്ളത്. അതുപോലെ തന്നെ ഡ്രോവറും സംഭവങ്ങളൊക്കെ സെറ്റാക്കി, ഡ്രോവറും ഫോം ബോർഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ. സാധാരണയായിട്ട് അലൂമിനിയത്തിൻ്റെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം തന്നെ ചെയ്ത് കണ്ടുവരില്ലേ, നമ്മളിതിൽ കംപ്ലീറ്റ് ഫോം ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്കും ഈ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് PU പെയിൻ്റ് അടിച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ ഇതിലേക്ക് മെയിനായിട്ട് വരാനുള്ള കാരണം. അപ്പോൾ അലൂമിനിയത്തിൽ ഫോം ബോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഏത് ഫ്രെയിമിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ ഒരു രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും. നമ്മൾ ഫോം ബോർഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ബോക്സൊക്കെ അടിച്ച് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന് ലോഡ് കപ്പാസിറ്റി ഉണ്ടാവും. അലൂമിനിയത്തിലാകുമ്പോൾ നമുക്ക് ആ അലൂമിനിയത്തിൻ്റെ ലോഡ് കുറച്ചും കൂടി താങ്ങാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ആ ഒരു ബോർഡർ പോലെ താഴെ അടിച്ചു കൊടുക്കുന്ന ഈ ഒരു പോർഷനൊക്കെ ഓൾറെഡി ബ്ലാക്ക് കളറിൽ തന്നെ ആ ഒരു ഫ്രെയിമിൻ്റെ കൂടെ തന്നെ സെറ്റായി നമുക്ക് അഡീഷണലായിട്ട് ഒരു സ്കേർട്ടിങ് വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുകളിലെ ഒരു ബോക്സും ചെയ്തതിന് ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ ഒരു രൂപത്തിലുള്ളത്. ഇതിൽ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുക, ഇതിലൊന്നും വെച്ചിട്ടില്ല, ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. രണ്ടിലും അങ്ങനെ തന്നെയുള്ളത്. ഇത് നമ്മളെ പ്രൊഫൈൽ ലൈറ്റ് അതിൻ്റെ ആ അടിഭാഗത്ത് വെച്ചതിൻ്റെ കവറാണ് ഈ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് 2 ഡ്രോവർ കൊടുത്തിട്ടുണ്ട്, അതും ഫോം ബോർഡിനെ കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും ഇപ്പുറത്തായിട്ട് ഒരു കട്ട്ലറിയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പോർഷനിലേക്കായിട്ടാണ് ഗ്യാസിൽ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് സൗകര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഗ്യാസിൻ്റെ പോർഷൻ ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്, കാരണം ഇവിടെ ഒരു ഡോറ് വരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഈ ബോക്സിൻ്റെ നമ്മൾ GTPT കൊടുത്തിട്ടുള്ളത്. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള GTPT ആണ്. SS തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
ഇവിടെ നമ്മളൊരു സെൻറ്ററിലൊരു തട്ട് മാത്രം കൊടുത്ത് ഒരു ഗ്ലാസിൻ്റെ ട്രേ നമ്മൾ ആ GTPTൻ്റെ കൂടെയുള്ളത് ഇതിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 ഗ്ലാസ് ഡോറ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂളിംഗ് ഗ്ലാസ് 3mm കൂളിംഗ് ഗ്ലാസ് വെച്ച് നമുക്ക് ഇതിൻ്റെ അകം കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ കോർണറിലായിട്ട് ഒരു ഓപ്പൺ സ്പേസിലുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ക്വിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്ക് ഡോർ തുറന്നിട്ട് അല്ലാണ്ട് എടുക്കാൻ പറ്റുന്ന സംഭവങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം കൊടുത്ത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയൊരു സീലിംഗ് പോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും PU പെയിൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ല വൃത്തി വരും. ഈ ഒരു ഭാഗത്ത് ഒന്നും ഇല്ലാണ്ട് ഓപ്പൺ ആക്കിയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടൂല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊഫൈൽ ലൈറ്റിൻ്റെ നമ്മൾ ഈ L ഷേപ്പിലൂടെ കണ്ടിന്യൂറ്റി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആദ്യം വന്നതിൻ്റെ ഇങ്ങനെ വന്ന് ഇവിടത്തേക്ക് ഇങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊഫൈൽ ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ വർക്ക് ഏരിയയിൽ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6-5-8 ഡോറുള്ളൊരു ചെറിയൊരു ഭാഗം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. ഈ ഗ്രാനൈറ്റ് വെക്കുന്നത് അലൂമിനിയം ചെയ്യുന്നതൊക്കെ വേറൊരു ഫ്രെയിം ചെയ്യുന്നതൊക്കെ വേറെ തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോക്സിൻ്റെ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതും അതുപോലെ തന്നെ ഈ TV യൂണിറ്റ്, നമ്മൾ ഫ്രിഡ്ജ് യൂണിറ്റിൻ്റെ ഒക്കെ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. പാനലിങ്ങിൻ്റെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതുപോലെ തന്നെ ഈ വീട്ടിൽ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഒരു ഭാഗം കൂടി നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോനെ പറ്റി കാണിക്കാനുള്ള വീഡിയോയുടെ വന്യ പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.